അങ്ങനെ വാലി ഓഫ് ഫ്ലവേഴ്സിലേക്കുള്ള ട്രക്കിങ്ങിന് ശേഷം നമ്മൾ തിരിച്ചു വന്ന് ബേസ് ക്യാമ്പിൽ വന്നു. അവിടെ ഒരു ദിവസം കിടന്നുറങ്ങി. പിറ്റേ ദിവസം നമ്മൾ പോകുന്നത് ഹേംകുണ്ടിലേക്കാണ്. ഇവിടുന്ന് ഏകദേശം 5000 അടി ഉയരത്തിലാണ് ഇരിക്കുന്നത്. അതായത് 7 കിലോമീറ്റർ നമ്മൾ ട്രക്ക് ചെയ്ത് വേണം ഹേംകുണ്ടിലേക്ക് പോകാനായിട്ട്. അങ്ങനെ ഹേംകുണ്ടിലേക്ക് പോകാൻ നടന്നു പോകാൻ കഴിയാത്തവരെ ഇതുപോലെ ഈ കോവർക്കെഴുത ഗോഡാസ് ഉണ്ട്, ഇവർ നമ്മളെ കൊണ്ടുപോകും, തിരിച്ചിവിടെ കൊണ്ടുവരും, ബേസ് ക്യാമ്പിൽ കൊണ്ടുവരും. ഹേം എന്ന വാക്കിൻ്റെ അർത്ഥം മഞ്ഞ് എന്നാണ്. കുണ്ട് എന്ന വാക്കിൻ്റെ അർത്ഥം കുളം എന്നാണ്. അതായത് മഞ്ഞിൻ്റെ ഒരു കുളം എന്നാണ് അർത്ഥമാക്കുന്നത്. ഇവിടെ പ്രധാനമായുള്ളത് ഒരു സിഖ് ഗുരുദ്വാരയാണ്. ഇത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സിഖ് ഗുരുദ്വാരയാണ് ഹേംകുണ്ടിലുള്ളത്. കൂടാതെ ഇവിടെ ഒരു ശിവലിംഗമുണ്ട്, ശിവൻ്റെ ഒരു അമ്പലം, അതുകൂടാതെ ഒരു ലക്ഷ്മണ ക്ഷേത്രമുണ്ട്. ഇവിടെ ഒരുപാട് ലോഡ്ജുകളും ഹോട്ടലുകളും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ താമസിച്ച ഗുരുദ്വാരയിലാണ്. ഇതുകൊണ്ടോ മഞ്ഞ് മൂടി നിൽക്കുന്നുണ്ടോ, ഒരു മല മഞ്ഞ് മൊത്തം മൂടി നിൽക്കുക. വാലി ഓഫ് ഫ്ലവേഴ്സും ഹേംകുണ്ടും ഇരിക്കുന്നത് രണ്ടും 2 ഡയറക്ഷനിലാണ്. ഈ നേരെ കയറി പോകുന്നതാണ് ഹേംകുണ്ടിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ വേറൊരു വഴിയുണ്ട് ഇവിടെ, അത് ഞാൻ കാണിക്കാം നിങ്ങളെ. അത് നേരെ പോകുന്നത് വാലി ഓഫ് ഫ്ലവേഴ്സിലേക്ക്. നമ്മളിപ്പം താഴെ നമ്മൾ ഇന്നലെ പോയതാണ് വാലി ഓഫ് ഫ്ലവേഴ്സിലേക്ക്. ആ വഴി നമ്മൾ പോകുന്നത് ഉണ്ട്, ഈ വഴി പോകുന്നത് നേരെ വാലി ഓഫ് ഫ്ലവേഴ്സിലേക്ക്. അവിടെ ഒരു ബോർഡ് കണ്ടോ, അത് വാലി ഓഫ് ഫ്ലവേഴ്സിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടെ ഇതാണ് നേരെ ഈ കല്ല് ആകിയ സ്റ്റെപ്പ്. നമ്മൾ ശബരിമലയ്ക്കൊക്കെ പോകുന്ന ആ രീതിയിലാണ് ഇവിടെ സ്റ്റെപ്പെല്ലാം പണി കഴിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഒരു വെള്ളച്ചാട്ടമുണ്ട്, മേളിൽ നിന്നും മഞ്ഞുരുകി വരുന്ന വെള്ളച്ചാട്ടമാണ് ഈ കാണുന്നത്. ഈ കാണുന്ന വഴി കുറച്ച് കയറ്റം കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ മുന്നോട്ട് ചെല്ലുന്തോറും കയറ്റം കൂടുതലാണ്. ഏകദേശം 45 ഡിഗ്രി ആംഗിളിൽ കിടക്കുന്ന വഴിയാണ് കിടക്കുന്നത്. അത്രേ പാടാണ്. നമുക്കൊരു 100 മീറ്ററിൽ കൂടുതലൊന്നും നടന്നു കയറാനായിട്ട് പറ്റത്തില്ല. അതുപോലെ ഈ ഹെയർപിൻ വളവുകളുണ്ട്. ഓരോ മലകൾ ഇങ്ങനെ ചുറ്റിയാണ് നമ്മൾ ഈ വഴികൾ കിടക്കുന്നത്. ഇതുകൊണ്ടോ വലിയൊരു മലയാണ്, മൊത്തം മഞ്ഞ് പതച്ച് കിടക്കുക. ഇത് മൊത്തം മഞ്ഞാണ് കേട്ടോ. എൻ്റെ ക്യാമറയ്ക്ക് അത്രയ്ക്ക് സൂമിങ് പവർ ഇല്ല, അതുകൊണ്ടാണ്. ജീവിതത്തിൽ ആരോഗ്യമുള്ള സമയത്ത് ഇതുപോലുള്ള നല്ല ട്രക്കിങ്ങുകളൊക്കെ നടത്തേണ്ടതാണ്. പൈസയുടെ പുറകെ പോകാതെ ഇതുപോലുള്ള യാത്രകളൊക്കെ നമ്മുടെ ജീവിതത്തിലൊരു റീഫ്രഷ്മെൻറ്റ് തരും. ഇതുണ്ടോ നല്ലൊരു വെള്ളച്ചാട്ടം ഉണ്ട്. എൻ്റെ മുന്നേ നടന്നു പോകുന്നവരെ കണ്ടോണേ, ഞാൻ കാണിക്കാം. ഇവർ 2 സ്വാമിമാരാണ്. ഇവർ ആന്ധ്രാപ്രദേശിൽ നിന്ന് വന്നവരാണ്. ഇവർ നല്ല സ്പീഡിലാണ് നടക്കുന്നത്. നല്ല പ്രായമുണ്ട് അവർക്ക്, പക്ഷേ അവർക്ക് ഭയങ്കര സ്പീഡാണ്. നമുക്ക് അത്രയൊന്നും നടന്നു കയറാൻ പറ്റുന്നില്ല. എൻ്റെ കൂടെ ട്രക്കിങ്ങിന് തൃശ്ശൂരുള്ളൊരു പയ്യനും കൂടെ ഇവിടുന്ന് എനിക്ക് കിട്ടി, ഈ ഹേംകുണ്ടിലേക്ക് പോകാനായിട്ട്. പുള്ളി കുറച്ച് നെയ്യൊക്കെ കൊണ്ട് തന്നു. നമ്മൾ ഇതുപോലെ ട്രക്ക് ചെയ്യുമ്പോഴത്തേക്ക് നെയ്യ് കഴിക്കണമെന്ന് പറഞ്ഞു. ഇതാണ് പുള്ളിക്കാരനോട് ഗവൺമെൻറ് സർവീസ് ജോലിയാണ് നാട്ടിൽ. ഉണ്ടോ ഈ വഴിയുടെ കിടപ്പ് കണ്ടോ, 45 ഡിഗ്രി ആംഗിളിലാണ് വഴി കിടക്കുന്നത്. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ചെറുതായിട്ട് തോന്നുന്നു. കണ്ടോ ഗോഡാസിൻ്റെ മേളിൽ ആൾക്കാർ കയറി വരുന്നതാണ്. നമ്മൾ ഇത് നടന്ന് കയറിയാണ് ഇങ്ങോട്ട് വന്നത്. ഇതുപോലെ 2 വളവിൽ കൂടുതലൊന്നും നമുക്ക് കയറാൻ പറ്റില്ല, അത്രയും പൊക്കത്തിലാണ് ഇത് നിൽക്കുന്നത്. ആകാശം മുട്ടി നിൽക്കുന്ന പർവ്വതങ്ങളാണ്. ആകാശമൊക്കെ നല്ല നീല കളറിൽ കിടക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ പോലും അല്ല, നല്ല രസമാണ് ആകാശം. മഞ്ഞ് നിൽക്കുന്നുണ്ടോ. ഇതുകൊണ്ട് അങ്ങോട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള സാധനങ്ങളാണ് ഈ കൊണ്ടുപോകുന്നത്. അവിടെ ഈ കെട്ടിടം പണിയണമെങ്കിലും എല്ലാം കമ്പി സിമെൻ്റ് എല്ലാം ഇതുപോലെ ഈ ഗോഡാസിൻ്റെ മേളിലാണ് കൊണ്ടുപോകുന്നത്. സീച്ചാനല്ല, ഇതെന്തോ പണിയാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകും അവിടെ. ഇതുണ്ടോ ഇത് വലിച്ച് 2 എണ്ണേ ഉള്ളൂ, 8 അടി നീളത്തിലുള്ള 2 എണ്ണം കെട്ടി വെച്ചുകൊണ്ട്. ഇത് താഴെ ഇത് എവിടുന്നാണ് കൊണ്ടിരുന്നറിയോ, ഇത് പുല്ലായിന്നാണ് വരുന്നത്. പുല്ലായിന്ന് ഇവിടം വരെ 17 കിലോമീറ്റർ വരും ഇതിൻ്റെ മേളിൽ വരെ. ഇതുകൊണ്ടോ മഞ്ഞ് മൂടി പുതച്ച് നിൽക്കുന്നുണ്ട്. എൻ്റെ പൊന്നെ, കുറച്ചങ്ങോട്ട് വരുമ്പോൾ ഗ്ലേസിയേഴ്സൊക്കെ ഉണ്ട്, കാണാൻ സാധിക്കും. കുറച്ചുകൂടെ മുന്നിലോട്ട് വരുമ്പോൾ ഏറ്റവും മുകളിൽ ചെല്ലുമ്പോൾ നമ്മൾ 15000 അടി പൊക്കത്തിൽ വരും. ഇതുകൊണ്ട് ഇവന്മാർ ഇത് കൊട്ടയ്ക്കകത്ത് ക്ലോസറ്റും ചുമന്നുകൊണ്ട് പോകുന്നുണ്ട്. ക്ലോസറ്റാണ് മേളിലെ അവിടുത്തെ ഹേംകുണ്ടിലെ ഗുരുദ്വാരയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അല്ലാതെ എങ്ങനെ കൊണ്ട് എവിടം വരെ ചെല്ലത്തില്ല. ഉണ്ടോ സാധനങ്ങളൊക്കെ കോർക്കെഴുതയുടെ മേളിൽ അരി സാധനം, സിമെൻറ്റ്, കമ്പി, മെറ്റല് എല്ലാം ഇങ്ങനെ കൊണ്ടുവന്നു. അല്ലാതെ വണ്ടിയൊന്നും എത്തത്തില്ല. ഒരാൾ എന്തെങ്കിലും അറ്റാക്കോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ചുവന്നുകൊണ്ട് താഴെ കൊണ്ടുവരാനേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഹെൽത്തൊക്കെ പ്രത്യേകമായിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഇത്രയും ഹൈ ആറ്റിറ്റ്യൂഡിലോട്ട് പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ
നമ്മൾ അവിടെ കിടന്ന് മരിച്ചു പോകത്തേ ഉള്ളൂ. തിരിച്ച് വരവ് പാടാണ് കൊണ്ടുവരാനായിട്ട്. പെട്ടെന്നൊരു ഫസ്റ്റ് എയ്ഡ് കിട്ടാനായിട്ടുള്ള സാധ്യത ഇല്ല ഇവിടെ ഈ ട്രക്ക് ചെയ്യുമ്പോൾ. പക്ഷെ മേളിൽ ചെന്ന് കഴിഞ്ഞാൽ ഉണ്ട്, അവിടെ ചെറിയ ക്ലിനിക്കുകളൊക്കെ ഉണ്ട്. ഇവിടെ ഞങ്ങൾ ചെറിയൊരു ചായ കുടിക്കാനായിട്ട് ഇറങ്ങി. ഇവിടെ പറഞ്ഞാൽ നൂഡിൽസ് ഉണ്ട്. ഇവന്മാർ നൂഡിൽസ് കഴിക്കുന്നുണ്ട്. പുള്ളി തൃശ്ശൂർക്കാരനായിട്ട് നൂഡിൽസ് കഴിക്കുന്നുണ്ട്. പിന്നെ പുള്ളി കുറച്ച് നട്ട്സൊക്കെ എനിക്ക് തന്നു, പെട്ടെന്ന് എനർജി കിട്ടാൻ വേണ്ടിയിട്ട്. നല്ലതാണ്. പക്ഷെ നമ്മൾ ആദ്യമായി ട്രക്കിങ്ങിന് പോകുന്നതുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ. പുള്ളി ഒരുപാട് കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. ഇതുകൊണ്ട് മണ്ണാണ് ചുമന്നുകൊണ്ട് പോകുന്നത്. ഒരു വഴി ഇവിടെ കോൺക്രീറ്റ് ചെയ്യുകയാണ്, അതിന് ഉള്ള മണ്ണ് ചുമന്നുകൊണ്ട് പോകുന്നത്. നമ്മുടെ കോവർക്കഴുത വെള്ളം കുടിക്കുന്നുണ്ട്. മേളിൽ നിന്ന് മഞ്ഞുരുക്കി വരുന്ന വെള്ളമാണിത്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ്. ഞാനും കുറച്ച് കുടിച്ചു ഇവിടുന്ന് വെള്ളം. നല്ല തണുത്ത വെള്ളമാണ്. അത് വീണ്ടും ഞാൻ നടക്കുവാണ് മുന്നോട്ട്. ഇവിടുന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ കൂടെ നടന്നാൽ നമുക്ക് ഗുരുദ്വാരയിൽ എത്തിച്ചേരാം. ഇതുകൊണ്ട് ഈ മല നിൽക്കുന്നതുണ്ടോ? മേഘങ്ങൾക്കുള്ളിലാണോ അതോ മഞ്ഞാണോ? മഞ്ഞാന്ന് തോന്നുന്നു. നല്ല മഞ്ഞ് മൂടി നിൽക്കുകയാണ്. ഈ മേളിൽ നിന്ന് ഐസ് ഉരുകി വരുന്ന വെള്ളമായിരുന്നു. നമ്മൾ മുമ്പ് കുടിച്ചില്ലേ, ആ വെള്ളം ആണ് ഈ താഴോട്ട് ഒഴുകിപ്പോവാണ്. മലകളെല്ലാം മഞ്ഞിൽ പുതച്ചാണ് നിൽക്കുന്നത്. നമ്മൾ കയറി വന്ന വഴിയാണ് ഇപ്പോൾ കണ്ടത്. വെള്ളം ഒലിച്ചു വരുന്നതുണ്ടോ? ഈ ഹേംകുണ്ട് സ്ഥിതി ചെയ്യുന്നത് ചൈന ബോർഡറിനോട് അടുത്താണ്. ചൈന ബോർഡർ എന്ന് പറയുമ്പോൾ പഴയ ടിബറ്റ് ചൈന ഒക്യുപ്പൈ ചെയ്തല്ലോ. ഇതുണ്ട്, ഗ്ലേസിയേഴ്സ് ഉണ്ടോ? ഇവിടുന്ന് ഈ മഞ്ഞാണ് ഉരുകി താഴോട്ട് വരുന്നത്. മഞ്ഞ് ഐസ് പിടിച്ച് കിടക്കുന്നുണ്ടോ? ഈ മഞ്ഞുരുകി വരുന്ന വെള്ളമാണ് നമ്മൾ താഴെ കണ്ടത്, നമ്മൾ കുടിച്ചതൊക്കെ അല്ലേ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലെ മഞ്ഞ് മലകളൊക്കെ കാണുന്നത്. നമ്മൾ യൂറോപ്പിലൊന്നും പോകാത്തതുകൊണ്ട് നമുക്ക് ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ മഞ്ഞൊക്കെ കാണാൻ സാധിച്ചു. മഞ്ഞ് ഉരുകി ഒലിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് താഴോട്ട്. നമ്മൾ ഏകദേശം ഹേംകുണ്ട് അടുത്ത് എത്താറായിട്ടുണ്ട്. ഇനി ഏകദേശം 1 കിലോമീറ്റർ കൂടെ ഉള്ളൂ ഹേംകുണ്ടിലോട്ട് ചെല്ലാനായിട്ട്. 1 കിലോമീറ്റർ നമ്മൾ ട്രക്ക് ചെയ്ത് കയറിയാൽ ഹേംകുണ്ടിൽ ചെല്ലും. മലകളൊക്കെ അങ്ങ് മഞ്ഞിൽ പൊതിഞ്ഞ് നിൽക്കുന്നത്. വേണ്ട വെള്ളം, നമ്മൾ മഞ്ഞുരുകി വരുന്ന വെള്ളമാണിത്. നമ്മുടെ കൂടെയുള്ള തൃശ്ശൂർക്കാരനാണ് മുന്നിൽ നിൽക്കുന്നത്. വഴി കിടക്കുന്നുണ്ടോ? 45 ഡിഗ്രി ആംഗിളിലാണ്. അങ്ങനെ നമ്മൾ ഹേംകുണ്ടിലേക്ക് എത്താൻ ഈ 1 കിലോമീറ്റർ കൂടെ ഉള്ളൂ. ഇവിടുന്ന് ഇനി നമ്മൾ 1 കിലോമീറ്റർ നടന്നാൽ ഹേംകുണ്ടിൽ ചെല്ലും.